സലാത്തുൽ ജമാഅത്തി അഫ്ദലു മിൻ സലാത്തിൽ ഫദ്ദി ബി27 ദറജ. സുബ്ഹാനല്ലാഹ്. ഈ പാറപ്പുറം പരിസരങ്ങളിൽ ധാരാളം വിദേശത്ത് പോകുന്ന ആളുകളുണ്ട്. എനിക്ക് പരിചയമുള്ളവർ തന്നെ ഈ സദസ്സിൽ പലരുമുണ്ട്. പടച്ചവൻ ഇവിടെ നാട്ടിലുള്ളവർക്കും വിദേശത്തുള്ളവർക്കുമൊക്കെ എല്ലാ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, എന്തിനാണ് ഈ വിദേശത്ത് പോകുന്നത്? അതിന് കാരണമുണ്ട്. എന്തേ? ഇവിടുത്തെ ഒരു ഉറുപ്പികയല്ല അവിടുത്തെ ഒരു ഉറുപ്പിക. അവിടുത്തെ ഒരു ഉറുപ്പികക്ക്, അവിടുത്തെ ഒരു ദിർഹമിന് 24-25 ഉറുപ്പിക. അതെങ്ങാനും ഒമാനിൽ അതാണെങ്കിലോ സുബ്ഹാനല്ലാഹ് 220-30. അപ്പോ ആളുകൾക്ക് കൂടുതൽ കിട്ടുന്നു എന്ന് കാണുമ്പോ എത്ര ദൂരെ പോകുന്നതിന് ഒരു മടിയില്ല. ബാപ്പനെയും ഉമ്മനെയും ഭാര്യനെയും മക്കളെയും ഒക്കെ വിട്ടു പോകും. എന്നാൽ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം അത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുമ്പോ ഞാൻ ഓതിയ ഹദീസിൽ 27 ഇരട്ടി പറഞ്ഞു. എന്നാൽ ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹഫയിൽ വേറെയും പല ഹദീസുകളും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നുണ്ടല്ലോ, ജമാഅത്ത് ഈ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ 70 ഇരട്ടിയോളം പ്രതിഫലം ലഭിക്കുമെന്ന്. അപ്പോൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം. ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. എപ്പോഴാണ് ആ പ്രസ്താവന നബിതങ്ങൾ നടത്തിയത്? 2 കണ്ണിനും കാഴ്ചയില്ലാത്ത അതേ അന്ധരായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്നിട്ട്, കാഴ്ചയില്ല നബിയെ, കൈപിടിക്കാൻ ആളില്ല നബിയെ, അതാ വരുന്ന വഴിവല്ലാതെ ദുർഘടമാണ് നബിയെ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചു കൊള്ളട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അതിന് അനുമതി നൽകിയെങ്കിലും രണ്ടാമത് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞില്ലേ, ബാങ്ക് കേൾക്കാറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പള്ളിയിൽ വരണം ഇബ്നു ഉമ്മി മക്തൂമേ, ലാ സലാത്ത ലിജാരിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി. പള്ളിയിൽ വെച്ചല്ലാതെ പരിപൂർണ നിസ്കാരം പള്ളിയുടെ പരിസരത്തുള്ളവർക്കില്ല. എത്ര ഗൗരവമാണ്! ഓ സുഹൃത്തുക്കളെ, പള്ളിയെ വല്ലാതെ ആദരിക്കണം. ഇതുപോലെ ആദരിക്കപ്പെടേണ്ട പലതുമുണ്ട്. ഞാനിപ്പോഴതിലേക്ക് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. പള്ളിയുടെ കമ്മിറ്റി പ്രസിഡന്റ്, പള്ളിയുടെ സെക്രട്ടറി, ഞാനും കുറെ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെയാണ്. അതൊരു സേവനമാണല്ലോ, അല്ലാതെ അധികാരമല്ലല്ലോ. ഒരു പ്രസിഡന്റും ചിന്തിക്കൂല ഞാൻ പള്ളിയുടെ അധികാരിയാണെന്ന് ചിന്തിക്കൂല. കാരണം അവര് വിശ്വസിക്കുന്നത് അള്ളാന്റെ ഭവനമാണ്, പടച്ചവന്റെ വീടാണ്, പടച്ചവന്റെ വീട് ഭരിക്കുന്ന ആളാണ് ഞാനെന്ന് ഒരു മുസ്ലിം അവകാശവാദം പറയുമോ? അപ്പോൾ മുഅ്മിനീങ്ങളായ ആളുകൾ പള്ളിയുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? പടച്ചവന്റെ ഭവനത്തിന് സേവനം ചെയ്യുന്നവനാണ് ഞാൻ. അവിടെ അതേ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദിയാണ് ഞാൻ, അതേ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ ഉത്തരവാദിയാണ് ഞാൻ, പള്ളിയിൽ ബാങ്ക് ശരിക്ക് വിളിച്ചില്ലെങ്കിൽ ഉത്തരവാദിയാണ് ഞാൻ. എനിക്ക് ഡ്യൂട്ടി പടച്ച റബ്ബിന്റെ വീട്ടിന് ഖിദ്മത്താണ്, സേവനമാണ്, ഞാൻ സർവ് ചെയ്യുന്ന ആളാണ്. ഓ സുഹൃത്തുക്കളെ, പടച്ചവന്റെ വീട്ടിന് വലിയ ആദരവാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിലപ്പോൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിയാമാര് സമ്മതിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ? അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതഅല്ലിമീങ്ങളുണ്ടോ, ഏത് മുഅല്ലിമീങ്ങളുണ്ടോ, ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയവരുണ്ടോ, അവരാരും അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ.
കൊണ്ടുപോയില്ലല്ലോ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നേതാവ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു. ഏത് നബിയാണത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിന്റെ ബാങ്കിൽ വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ? നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. നിസ്കരിക്കുകയാണ് വേണ്ടത്, ഉറങ്ങുകയല്ല സുബഹിന്റെ സമയത്ത്. അതേ നബി തങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറ്, ഉത്തമം. എന്തുകൊണ്ടാണ് നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത്? നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും ജുമഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, അതേ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, അതിനു വേണ്ടി അതാ നബിയും സഹാബത്തും കൽപ്പിക്കുമായിരുന്നു. വല അതിനു ലഹുന്ന ഫീഹി, നബിയും സഹാബത്തും അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. നബിയും സഹാബത്തും സമ്മതം കൊടുത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീകളോടുള്ള സ്നേഹമാണത്, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത്. കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ. രാവിലെ 5 മണിക്ക് സുബഹി, 4:45 ഒരു ചെറിയ മൊബൈൽ ഫോണും പിടിച്ച് ഇങ്ങനെ, ഫോണിലുണ്ടല്ലോ ഇപ്പൊ ടോർച്ച്, ഫോണിൽ ഇല്ലാത്ത ഇപ്പൊ ഒന്നുമില്ല. എന്റെ ഡ്രൈവർ പറഞ്ഞിരുന്നു, ഇപ്പൊ ഫോണിൽ എല്ലാ സംഗതിയും ഉണ്ട്, ഒരു കൊടയും കൂടി കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാ സംഗതിയും ഫോണിലുണ്ടല്ലോ. അപ്പൊ ഈ മൊബൈൽ ഫോൺ തുറന്ന് ഇങ്ങനെ ടോർച്ചടിക്കുന്ന പോലെ അടിച്ചിങ്ങനെ പോവാണ്. 4:45 ആര്? 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. വല്ല കുഴപ്പവും വരുമോ? ഒരു കുഴപ്പവും വരില്ല. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ചു, എല്ലാ ദിവസവും സുബഹിന്റെ ജമാഅത്തിന് 18 വയസ്സ് 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ഇത് അടിച്ചിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി എങ്ങനെ ഉണ്ടാവും സംഭവം? അപ്പോൾ ഇസ്ലാം പ്രകൃതിയോട് യോജിക്കുന്ന മതമാണ്. അതുകൊണ്ട് പറഞ്ഞു, എന്ത്? സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾക്ക് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം നിങ്ങളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ തരും. പടച്ചവൻ ചെയ്തൊരു ഔദാര്യാണത്. പടച്ചവൻ ചെയ്ത വലിയ ഒരു ഇളവാണത്. അതേ സമയത്ത് സ്ത്രീകൾ, ആ സ്ത്രീവർഗം പള്ളിയിൽ കയറാത്ത കക്ഷികളായതുകൊണ്ടാണെന്നാരും തെറ്റിദ്ധരിപ്പിക്കണ്ട. കാരണം ലോകത്തെ ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. ആ മസ്ജിദുൽ ഹറാമിൽ പോകാൻ കഴിയുന്ന സ്ത്രീകൾ അവിടെ പോയിട്ട് തവാഫ് ചെയ്യണമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ സ്ത്രീകൾക്ക് കയറാൻ, തവാഫിന് വേണ്ടി പോകാൻ അനുമതിയല്ല, നിർബന്ധമാണ്. അനുമതിന്റെ അപ്പുറാണ്. കഴിവുണ്ടെങ്കിൽ എവിടെ ഉംറക്ക് പോകണം, അതേ ഹജ്ജിന് പോകണം. പള്ളി കയറിയിട്ടല്ലാതെ തവാഫ് ചെയ്യാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, അപ്പൊ പള്ളി കയറാൻ പറ്റാത്തൊരു വർഗാണ് സ്ത്രീകൾ എന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, പറയില്ല. അതേ സമയത്ത് സ്ത്രീകൾക്ക് അവർ പള്ളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അവർക്ക് വരാതിരുന്നാലാണ് പ്രതിഫലം. അള്ളാഹു ചെയ്തു കൊടുത്തൊരു ഇളവാണത്. ആ ഇളവിനെ അംഗീകരിക്കണം. അവിടെ അതിന്റെ അപ്പുറം നമ്മളെ വകയിൽ ഒരു മതം ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഈ പുത്തൻവാദികൾക്ക് പറ്റിയത്. അവരെ വകയിൽ അവർ മതം ഉണ്ടാക്കി, പെണ്ണുങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പാസാക്കി. അത് അവരെ വകയിൽ ഉണ്ടാക്കിയ മതമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച മതമല്ല. നമ്മളാരും അശ്ഹദു അന്ന മൗലവി റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കൂല, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നേ വിശ്വസിക്കുള്ളൂ. ആ റസൂലുള്ള പഠിപ്പിച്ചാണ് ഇസ്ലാം. അതാണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്.